ബിഗ് ബോസ് അഗ്നിപരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു നെഗറ്റീവ് പറയാം, വേറെ ഒന്നുമല്ല. ഈ റിയാസിനെയും മാരാറിയൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം ബോറായിട്ടുണ്ട്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ളൊരു ഷോയിൽ വന്നിട്ട് ഒരു പ്രഹസനത്തിൻ്റെ കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവർക്ക് വേറെ ആരും കിട്ടിയിട്ടില്ലേ? അതായത് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ മാരാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റിയാസും മാത്രമാണോ ഉള്ളത്? എത്ര ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇവിടുന്ന് ജയിച്ചു പോയവരുണ്ട്, തോറ്റുപോയവരുണ്ട്, നല്ല നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചവരുണ്ട്. എന്തുകൊണ്ട് അവരെ ഒന്നും കൊണ്ടുവരാതെ എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇവറ്റകളെ തന്നെ, അതായത് ഈ ജനങ്ങൾ വെറുത്ത് പോയ ഇവറ്റകൾ തന്നെ എന്തോരോ കോലാടോ റിയാസിൻ്റെയൊക്കെ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവനൊക്കെ എന്താ വിചാരിക്കുന്നത്? അതായത് അവൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു മാത്തിയ കൊമ്പത്തുള്ള ഒരുത്തനാണ്, വേറും പാളിവിട്ട് നടക്കുന്ന ഒരുത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകളെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയുന്നത്. പിന്നെ മാരാറ് എന്ന് പറഞ്ഞ ആ സാധനത്തിന് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു. അതായത് ഇവറ്റകളെയൊക്കെ കൊണ്ടുവന്ന് ഈ തേഞ്ഞൊട്ടിയവന്മാർ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് വേറെ ഒരു ജോലിയില്ലേ? ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ റിയാസിൻ്റെ ടീമായിട്ട് അനഘ, റിഷ പാലത്തിങ്കൽ മലപ്പുറം, പൂജ തൃശ്ശൂർ, ഷിബിന മോഡൽ കണ്ണൂർ, അഭിറാം, ആസിയ, പ്രണവ്, ഇങ്ങനെയുള്ള ഒരു 7 പേരാണ് റിയാസിൻ്റെ ടീമിൽ. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചവർ നമുക്ക് എല്ലാവർക്കും അറിയാം. ജയവും തോൽവിയൊന്നും അല്ല. ആദ്യത്തെ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നതാണ്. രണ്ടാമത് രഞ്ജിനിയുടെ ടീമാണ്. നയന, സാബിറ, അമൃത, വർഷ, രചന, ആരാധ്യ, പാർവതി. അങ്ങനെ രഞ്ജിനിയാണെങ്കിൽ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരാരുടേത് എൽദോ, അമൻ, ഷിജിൻ, ബിജു തോമസ്, ഷാൻ തോമസ്, അപർണ, ഇങ്ങനെയുള്ള 6 പേരാണ് മാരാറുടെ ടീമിലുള്ളത്. ഏതായാലും ആദ്യത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മളെയൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി പകുതി ആൾക്കാർ അവിടെ വെച്ചിട്ടുണ്ട്. അവരിനി നാളെ കയറ്റും എന്നാണ് പറയുന്നത്. എല്ലാവരും പിന്നെ ആദ്യം തന്നെ പ്രമോ ഒക്കെ കണ്ടവർ വിഷമിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 20 പേരെ പുറത്താക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് കോമണർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നതിൽ ഒരു സാധാരണക്കാരൻ പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്? ഇവരുടെ മാനദണ്ഡം എന്താണ്? അല്ലെങ്കിൽ ഇവരുടെ ബയോഡേറ്റ എന്താണ്? എന്തിൻ്റെ പേരിലാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു സെലക്ഷൻ കമ്മിറ്റി ഒന്നും അല്ല സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്നത് തന്നെ നല്ല ചുണക്കൂട്ടന്മാർ ഒരുപാട് അയച്ചിട്ടുണ്ട്. അവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അവരെക്കാട്ടിയും മിടുക്കരാണ് ഇവരെന്ന് തോന്നിക്കേണ്ടേ? എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഒന്നുമില്ലാതാനുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ സെലക്ട് ചെയ്തത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫെയിലറാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അടിയടാ അടി, തെളിയടാ തെളി, അങ്ങനെയങ്ങ് പോകാം. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും വലിയ ഗുണം കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്കറിയുന്ന ഒരുപാട് നല്ല ആൾക്കാർ ഇവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വരുവാണെങ്കിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് ഞാനൊക്കെ കരുതിയിരുന്നു. പക്ഷെ അവരെയൊന്നും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണ് ഒരു കളി നടന്നത്? ഇനി വല്ല ഇതും ഉണ്ടോ? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അതുമാത്രമല്ല, ഈ ചില ആൾക്കാരോട് ഇതിന് പോകണം എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോഴേ മാരാറുമായിട്ടോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ടോ ഒന്ന് കൊമ്പ് കോർക്കോ, അങ്ങനെ ഒന്ന് ഫേമസ് ആകൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ചേതോ വികാരം എന്താ? അതായത് ഈ മാരാറെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും തെറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വേണമെങ്കിൽ ബിഗ് ബോസിലേക്ക് കയറ്റിവിടാമെന്ന്. അതായത് ഈ മാരാറും ഇവരൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം. ഏതായാലും അതൊക്കെ വിട്. അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ ദിവസത്തിൽ ടാസ്ക് കുറച്ച് ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അവരെ നാളെ ടാസ്കിലേക്ക് കയറ്റും. അതുമാത്രമല്ല, ഒരു വലിയ അഗ്നിപരീക്ഷയൊന്നും ആദ്യത്തെ ദിവസത്തിൽ ഉണ്ടായിട്ടില്ല. ഗ്ലാസ്സിൽ നാരങ്ങയിട്ട് കളിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കോത്താഴത്തിലുള്ള ഗെയിമുകൾ തന്നെയാണ്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അഗ്നിപരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇതങ്ങ് വലിയ ഒരു സംഭവമായി മാറാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇതും എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ജഡ്ജസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യമോ അതിൻ്റെ പ്രാവശ്യമൊക്കെ 8ൻ്റെ പണി എന്നൊക്കെ കണ്ടിട്ട് 7ൻ്റെ പണി 6ൻ്റെ പണി ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പണി കിട്ടിയത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്കാണ്. വേറെ ആർക്കും അല്ല. വേറെ ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും പണിയില്ല, പ്രേക്ഷകർക്ക് തന്നെയാണ് പണിയാടുന്നത്.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓവറായിട്ട് നമ്മളൊരു ഇതൊന്നും കാണിക്കണമെന്നില്ല. കാരണം അവിടെ അത്ര ഓവറൊന്നും ആവില്ല. ആടി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ബോളിടുന്ന പരിപാടിയും പിന്നെ എന്ന് പറഞ്ഞാൽ അട്ടിവെക്കുന്ന പരിപാടി ഇതൊക്കെയാണ് നടന്നത്. അല്ലാതെ വേറെ ടാസ്കോ കാര്യങ്ങളൊന്നും അവർക്കും അറിയില്ല. ഇത് ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ട് കൊടുക്കുന്നതല്ലേ. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് വന്നത്. അപ്പം നാളത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി 12 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ കാണാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണാൻ കഴിയുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിവ്യൂ ഇടേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നേ. ഉള്ള കാര്യം പറയുന്നത് എന്താ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ചില ആൾക്കാർക്ക് റിവ്യൂ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ രാത്രി തന്നെ എപ്പിസോഡ് വന്നിരുന്നു. പിന്നീട് ഹോട്ട്സ്റ്റാർ കയറിയിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ഏതായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വികാരം തന്നെയാണ്. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, ഒരു 2-3 മാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ ഊണും ഉറക്കത്തിലെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മത്സരമുണ്ട്. അതിന് തെറി പറയാനുണ്ടാകും, നല്ലത് പറയാനുണ്ടാകും, നിനക്കൊന്നും വേറെ പണിയില്ലടാന്ന് ചോദിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നാലും നമ്മുടെ മലയാളികൾ കുറേ നാളുകളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ച മേശയിലായാലും ചായയിലായാലും അടയിലായാലും എല്ലാം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ കൊണ്ടുവരാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, റിയാസിനെ പോലെയുള്ള മാരാറെ പോലെയുള്ള ആൾക്കാരെയൊന്നും ഇനിയും തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ജനങ്ങളെ ഇത്രമാത്രം ബോറടിപ്പിക്കരുത്. കാരണം എന്താ വെച്ചാൽ 2 കണക്ക് തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, 2 കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചൊറിഞ്ഞ് കയറുവാണെന്ന്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഈ റിയാസ് എന്ന് പറയുന്ന അവനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമാറിയും കണ്ടു കഴിഞ്ഞാലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല ഐറ്റങ്ങളാ. എന്തിനടോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പിടിപാട് കൊണ്ടുവരുന്നതാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. അതായത് ഇതിൻ്റെ അകത്ത് ഏതോ ഒരു ഈർക്കിളിയായിട്ട് പിടിപാടുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് വീണ്ടും മാരാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ബിഗ് ബോസുകാർക്ക് തന്നെ തലയ്ക്ക് മൂളിയില്ല. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ തോറ്റ് തുന്നം പാടിയിട്ട് 5 പൈസ കയ്യിലില്ലാതിരിക്കുന്ന സമയമാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ. അവൻ പണ്ടത്തെ പോലെ തന്നെ അങ്ങ് കുഴിയിലേക്ക് പോയിരിക്കുക. ആ കുഴിയിലേക്ക് പോകുന്നവനെ വെറുതെങ്കിലും വലിച്ചിട്ട് കൊണ്ടുവന്ന് ഫെയിമാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവൻ പണ്ടേ വലിയ ഡയലോഗ് അടിച്ച കൊണാണ്ടറാണ് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇപ്രാവശ്യം പോകുന്നത്. ഏതായാലും 10-21 ദിവസം ഇവരെ നമുക്ക് സഹിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മത്സരാർത്ഥികളെ നല്ലോണം മത്സരിക്കട്ടെ. ഇവരുടെയൊക്കെ പേരും ഫോട്ടോ എല്ലാം ഇനിയിപ്പോൾ ഓർമ്മിച്ച് വെക്കണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഔട്ടാകേണ്ടി വരും. എന്നാലും മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇവരെയൊക്കെ പേര് കിട്ടത്തുള്ളൂ ആയിരുന്നു. ഏതായാലും അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രയേ പറയാനുള്ളൂ അല്ലേ. എല്ലാവരും കണ്ടില്ലേ ബിഗ് ബോസ്? എല്ലാവരും കണ്ടില്ലേ? അഗ്നിപരീക്ഷ എല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ താഴെ എഴുതണേ. അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ എങ്ങനെയുണ്ട്, അതിൻ്റെ അകത്തുള്ള മാരാർ എങ്ങനെയുണ്ട്, റിയാസ് എങ്ങനെയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ എഴുതണം. കാരണം എന്ന് വെച്ചാൽ 4 ആൾ കാണട്ടെ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരെ. ആരും പോകരുതട്ടാ. നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.